Hi everyone, എൻ്റെ പേര് Deepthi. Welcome to Learn English with Deepthi. ഇന്ന് നമ്മളൊരു ഗ്രാമർ വർക്ക്ഷീറ്റ് വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിലെ പല ടോപ്പിക്സും ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി ലെസൺസ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പലതും അറിയായിരിക്കും. ഇല്ലെങ്കിൽ ആ വീഡിയോസ് കണ്ടു നോക്കുക. എൻ്റെ ചാനലിൽ ഇതിനെപ്പറ്റിയുള്ള മിക്ക ടോപ്പിക്സിനെ പറ്റിയും വീഡിയോസും ലെസൺസും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. My family and me went to the restaurant. ഇവിടെ എന്താണ് തെറ്റ്? ഇവിടെ സബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം. സബ്ജക്റ്റ് മൈ ഫാമിലി ആൻഡ് മീ ആണ്. പക്ഷേ ഇവിടെ മീ എന്നുള്ള പ്രോനൗൺ സബ്ജക്റ്റിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. മീ എന്നുള്ളത് സബ്ജക്റ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്രോനൗൺ അല്ല. സബ്ജക്റ്റ് പ്രോനൗൺസ് എന്നുള്ള പ്രോനൗൺസ് ഇംഗ്ലീഷിൽ ഏതൊക്കെയാണ്? ഐ, യു, ഹി, ഷീ, ഇറ്റ് ഇതൊക്കെയാണ് സബ്ജക്റ്റ് പ്രോനൗൺസ്. അപ്പോൾ നമ്മളൊരു പ്രോനൗൺ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു സബ്ജക്റ്റ് പ്രോനൗൺ ആയിരിക്കണം. പക്ഷേ ഇവിടെ മീ ഉപയോഗിച്ചിരിക്കുന്നത് തെറ്റാണ്. അവിടെ മീ അല്ല ഐ വരണം. കാരണം ഐ ആണ് സബ്ജക്റ്റ് പ്രോനൗൺ. അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും? മൈ ഫാമിലി ആൻഡ് ഐ വെൻറ്റ് ടു ദ റെസ്റ്റോറൻറ്റ്. ദേ സെൻഡ് ദെയർ സൺ എ ബർത്ത്ഡേ പ്രസൻറ്റ് എവറി ഇയർ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ വർഷവും ബർത്ത്ഡേ പ്രസൻറ്റ് അയക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം അയച്ചിരുന്നു, 2 വർഷം മുമ്പ് അയച്ചിരുന്നു, ഈ വർഷവും അയക്കും, അടുത്ത വർഷവും അയക്കാൻ ഉദ്ദേശമുണ്ട്. ഇതൊരു ഹാബിച്വൽ ആക്ഷനാണ്, റെഗുലർലി ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രസൻറ്റ് ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പാസ്റ്റ് ഫോം ഓഫ് ദ വേർബാണ്. സെൻറ്റ്, ടി വെച്ചുള്ള സെൻറ്റാണ് ഇവിടെ ഉപയോഗിച്ചത്. പാസ്റ്റ് ഫോമാണ്. ഇതിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ പ്രസൻറ്റ് ഫോം ഓഫ് ദ വേർബ് അവിടെ ഇടണം. SEND ആണ് പ്രസൻറ്റ് ഫോം. ഇത് കറക്റ്റായിട്ട് ദേ സെൻഡ് their son a birthday present every year എന്ന് പറയണം. neither me or my sister liked the movie. അപ്പോൾ ഇവിടെ പറയുന്നത് എനിക്കും ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ സഹോദരിക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. പക്ഷേ നമ്മൾ നീദർ പറയുമ്പോൾ അതിനുശേഷം ഓർ ഉപയോഗിക്കുന്നത് ശരിയല്ല. നീദർ കഴിഞ്ഞാൽ എന്തായാലും നോർ തന്നെ അവിടെ ഉപയോഗിക്കണം. നീദർ നോർ എന്തായാലും ഒരുമിച്ച് ഉപയോഗിച്ചിരിക്കണം. നീദർ കഴിഞ്ഞാൽ ഓർ പാടില്ല. ഈതറാണ് നമ്മളവിടെ ഉപയോഗിച്ചെങ്കിൽ അതിനുശേഷം ഓർ ഉപയോഗിക്കുന്നത് ശരിയായിരിക്കും. അപ്പോൾ ഈ സെൻറ്റൻസ് കറക്റ്റാക്കാൻ വേണ്ടി നമ്മൾ അവിടെ നോർ ഇടണം ഓറിന് പകരം. നീദർ മീ നോർ മൈ സിസ്റ്റർ ലൈക്ക് ദ മൂവി. ഐ ട്രൈ ടു അഡ്വൈസ് ഹിം ബട്ട് ഹി വുഡൻ ലിസൺ. എന്താണ് ഇവിടെ തെറ്റ്? ഇതിന് നമുക്ക് അഡ്വൈസ് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. അതിൻ്റെ അവസാനം എന്താണ്? CE വെച്ചാണ് അവസാനിക്കുന്നത്. CE വെച്ച് അവസാനിക്കുന്നത് അഡ്വൈസിൻ്റെ നൗൺ ഫോമാണ്. ഇവിടെ നൗൺ ഫോമാണോ വരേണ്ടത്? അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ അഡ്വൈസ് എന്നുള്ള വാക്കിൻ്റെ നൗൺ ഫോമാണോ വരേണ്ടത്, വേർബ് ഫോമാണോ വരേണ്ടതെന്ന് അറിയാൻ ഒരു എളുപ്പമുള്ളൊരു ട്രിക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ സെൻറ്റൻസിൽ അഡ്വൈസ് എടുത്ത് മാറ്റിയിട്ട് അവിടെ ടെൽ ഇട്ട് നോക്കുക. ടെൽ ഇട്ട് നോക്കിക്കഴിയുമ്പം ആ സെൻറ്റൻസ് ടെൽ ഉപയോഗിച്ച് പറയുമ്പോൾ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണെങ്കിൽ അവിടെ വേർബാണ് വരേണ്ടത്, അല്ലെങ്കിൽ അവിടെ ഒരു നൗൺ വരണം. അപ്പോൾ നമുക്ക് ടെൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഐ ട്രൈഡ് ടു ടെൽ ഹിം ബട്ട് ഹി വുഡൻ ലിസൺ. ഇത് ശരിയാണോ ഈ സെൻറ്റൻസ്? ശരിയാണ് അല്ലേ? ഐ ട്രൈ ടു ടെൽ ഹിം, ഞാൻ പറയാൻ ശ്രമിച്ചു. അതിൽ യാതൊരു തെറ്റുമില്ല, വളരെ പെർഫെക്റ്റ് കറക്റ്റ് ഒരു സെൻറ്റൻസാണിത്. അപ്പോൾ നമുക്കിപ്പം മനസ്സിലായി ഇവിടെ ഒരു വേർബാണ് വരേണ്ടത്. പക്ഷേ അഡ്വൈസിൻ്റെ ഏത് ഫോമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? CE വെച്ചുള്ള ഫോമാണ്. അത് നൗണാണ്, വേർബല്ല. അഡ്വൈസിൻ്റെ വേർബ് എങ്ങനെയാണ് സ്പെൽ ചെയ്യുന്നത്? നമ്മൾ ADVISE എന്നുള്ളതാണ് അഡ്വൈസിൻ്റെ വേർബ് ഫോം. അപ്പോൾ അതാണ് നമ്മൾ അവിടെ ഇടേണ്ടത്. കറക്റ്റായിട്ട് എങ്ങനെ എഴുതാത്? ഐ ട്രൈ ടു അഡ്വൈസ് ഹിം വിത്ത് ആൻ SE ബട്ട് ഹി വുഡൻ ലിസൺ. ഹി അപ്പോളജൈസ്ഡ് അറ്റ് മീ ഫോർ ബീയിങ് ലേറ്റ്. അപ്പോളജൈസ് അറ്റ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? അപ്പോളജൈസ് അറ്റ് എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഒരാളോട് അപ്പോളജൈസ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് അപ്പോളജൈസ് ടു എ പേഴ്സൺ എന്നാണ്. അപ്പോളജൈസ് അറ്റ് എ പേഴ്സൺ എന്നല്ല. അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ഹി അപ്പോളജൈസ്ഡ് ടു മീ ഫോർ ബീയിങ് ലേറ്റ്. ശ്രദ്ധിച്ചോളുക, നമ്മൾ അപ്പോളജൈസ് ടു എ പേഴ്സൺ, apologize for
സംതിങ്. നമ്മളെന്തെങ്കിലും ഒരു കാര്യം തെറ്റായിട്ട് ചെയ്താൽ അതിന് അപ്പോളജൈസ് ഫോർ ഇറ്റ്. ഒരാളോട് പറയുവാണെങ്കിൽ അപ്പോളജൈസ് ടു ദാറ്റ് പേഴ്സൺ എന്ന് ഓർത്തോളുക. ഹീ വർക്ക് അറ്റ് IBM for 3 years. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഹീ വർക്ക്. പക്ഷേ ഇതിൻ്റെ അവസാനം ഒന്ന് ശ്രദ്ധിക്കുക, for 3 years. അപ്പോൾ അതൊരു ടൈം ഫ്രെയിം വയ്ക്കുകയാണ്. നമ്മൾ ടൈം ഫ്രെയിം വയ്ക്കുമ്പോൾ നമുക്ക് പ്രസൻറ്റ് സിമ്പിൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ടൈം ഫ്രെയിം വയ്ക്കുമ്പോൾ ഇത് നമ്മൾ എന്തെങ്കിലും രീതിയിൽ മാറ്റേണ്ടി വരും. നമുക്കിത് 2 രീതിയിൽ ഈ സെൻറ്റൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച്, ഇപ്പോൾ ഈ പറയുന്ന ഹീ എന്നുള്ള വ്യക്തി ഇപ്പോഴും IBMൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ആണെങ്കിൽ നമുക്ക് പറയാം ഹീ ഹാസ് വർക്ക്ഡ് അറ്റ് IBM for 3 years. ഹാസ് വർക്ക്ഡ് എന്ന് വെച്ചാൽ 3 വർഷം വർക്ക് ചെയ്തു, ഇപ്പോഴും കണ്ടിന്യൂ വർക്കിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ ഹാസ് വർക്ക്ഡ് എന്ന് പറയും. അത് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നുള്ള ടെൻസാണ്, അതാണ് അവിടെ കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഈ പറയുന്ന വ്യക്തി നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നില്ല. IBMൽ 3 വർഷം നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് പറയുന്നത്? ഹീ വർക്ക്ഡ്, അത് പാസ്റ്റ് സിമ്പിളാണ്. വർക്ക്ഡ് അറ്റ് IBM for 3 years. ഇങ്ങനെ ഇതിലേത് 2 രീതിയിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം, ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ഈസ് ദ സിറ്റുവേഷൻ. വെൻ യു കമ്മിങ് ടു വിസിറ്റ് മീ. ഈ സെൻറ്റൻസിൽ എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഫോർമാറ്റ് എന്താണ് കറക്റ്റായിട്ട് വരേണ്ടതെന്ന് നോക്കാം. ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ്. WH ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഹൂ, വാട്ട്, വൈ, വെയർ എന്നൊക്കെ ഉള്ള വാക്കുകൾ വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കറക്റ്റ് ഫോർമാറ്റ് ഇങ്ങനെ ആയിരിക്കണം. ആദ്യം WH വേർഡ് വരും, അതിനുശേഷം ഒരു ഓക്സിലറി വേർബ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ മെയിൻ വേർബ്, അതിനുശേഷം ബാക്കിയുള്ള ക്വസ്റ്റ്യൻ. അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ്, ആദ്യം WH വേർഡ് വന്നിട്ടുണ്ട്, അതിനുശേഷം വരുന്നത് യു ആണ്. യു എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഓക്സിലറി വേർബ് വരേണ്ടതുണ്ട്, പക്ഷേ അതൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഈ ഫോർമാറ്റ് കറക്റ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഗ്രാമാറ്റിക്കലി തെറ്റാണ്. WH വേർഡ് കഴിഞ്ഞ് ഓക്സിലറി വേർബ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ മെയിൻ വേർബ്, ഇത്രയും കറക്റ്റായിട്ട് വരണം, അതേ ഓർഡറിൽ വരണം. അല്ലെങ്കിൽ അത് തെറ്റായിട്ട് നമ്മൾ ഗ്രാമാറ്റിക്കലി തെറ്റായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മളവിടെ ഒരു ഓക്സിലറി വേർബ് മിസ്സിംഗ് ഉണ്ട്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു ഓക്സിലറി വേർബ് അവിടെ ഇടണം. ജനറലി സാധാരണ നമ്മൾ ഡു ആണ് ഇടുന്നത്. പക്ഷേ ഇവിടെ വേർബ്, മെയിൻ വേർബ് ഒരു ING ഫോമിലാണ്. കമ്മിങ് എന്നാണ് മെയിൻ വേർബിൻ്റെ ഫോം അല്ലേ, ING വെച്ച് അവസാനിക്കുന്ന ഫോമാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ബി എന്നുള്ള ഓക്സിലറി വേർബിൻ്റെ കറക്റ്റ് ഫോം വേണം അവിടെ ഇടാൻ. അപ്പോൾ ഇനി നമുക്ക് സബ്ജക്റ്റ് ശ്രദ്ധിക്കണം. സബ്ജക്റ്റ് എന്താണ്? സബ്ജക്റ്റ് യു. യുവിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുമ്പം ഏത് ഫോമിലായിരിക്കണം? ബി. യു ആർ അല്ലേ. ഇപ്പോൾ ഐ ആയിരുന്നെങ്കിൽ ഐ ആം, ഹീ ആണെങ്കിൽ ഹീ ഈസ്. അപ്പം അങ്ങനെ സബ്ജക്റ്റിനനുസരിച്ച് ഏത് ഫോമാണെന്നുള്ളത് മാറും. അപ്പോൾ ഇവിടെ യു ആയതുകൊണ്ട് ആർ എന്നുള്ള ഓക്സിലറി വേർബാണ് ഉപയോഗിക്കേണ്ടത്. ഈ ആർ എന്നുള്ള ഓക്സിലറി വേർബ് യു എന്ന സബ്ജക്റ്റിന് മുന്നേ വരണം. ഈ WH വേർഡിൻ്റെയും യു എന്നുള്ള സബ്ജക്റ്റിൻ്റെയും ഇടയിൽ നമുക്ക് ഈ ഓക്സിലറി വേർബ് ആർ ഇടാം. അപ്പം വെൻ ആർ യു കമ്മിങ് ടു വിസിറ്റ് മീ. ഇപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ ജിമ്മി ഈസ് എ നൈസ് ഗായ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം മിസ്റ്റർ ജിമ്മി എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ജിമ്മി എന്ന് പറഞ്ഞാൽ അതൊരു ഫസ്റ്റ് നെയിമാണ്. ഇപ്പം സാധാരണ ആൾക്കാർക്ക് അങ്ങനെ ലാസ്റ്റ് നെയിം ജിമ്മി എന്ന് കാണാറില്ല. ജിമ്മി എന്ന് പറയുന്നത് ജനറലി ഒരു ഫസ്റ്റ് നെയിമാണ്. അപ്പം ഒരാളെ ഫസ്റ്റ് നെയിം വെച്ച് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ഒരു ടൈറ്റിൽ അവിടെ ഉപയോഗിക്കാൻ പാടില്ല അതിൻ്റെ കൂടെ. അത് ഗ്രാമാറ്റിക്കലി തെറ്റാണ്. അപ്പം നമ്മൾ മിസ്റ്റർ, മിസ്സസ്, മിസ് എന്നൊക്കെ പറയുന്ന ടൈറ്റിൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരാളുടെ ലാസ്റ്റ് നെയിം മാത്രം ഉപയോഗിക്കുമ്പം നമുക്കത് യൂസ് ചെയ്യാം. ഒരാളുടെ ഫുൾ നെയിം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ടൈറ്റിൽസ്. പക്ഷേ ഒരാളുടെ ഫസ്റ്റ് നെയിം മാത്രം ഉപയോഗിക്കുമ്പം അങ്ങനെ മിസ്റ്റർ, മിസ്സസ് എന്ന് പറയുന്നത് ശരിയല്ല. ഇതിപ്പം മിസ്റ്റർ ജിമ്മി കോണേഴ്സ് എന്നാണെങ്കിൽ അത് കറക്റ്റാണ്. മിസ്റ്റർ ജിമ്മി കോണേഴ്സ് നൈസ് ഗായ് എന്ന് പറയുന്നത് കറക്റ്റാണ്. പക്ഷേ ഇത്
മിസ്റ്റർ ജിമ്മി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അത് ഗ്രാമാറ്റിക്കലി തെറ്റാണ്. ഈ സെൻറ്റൻസ് നമുക്ക് കറക്റ്റായിട്ട് ഒന്നുകിൽ ഈ വ്യക്തിയുടെ ലാസ്റ്റ് നെയിം കൂടെ ചേർത്ത് എഴുതാം, അല്ലെങ്കിൽ ഈ ടൈറ്റിൽ മാറ്റുക. ജിമ്മി ഈസ് എ നൈസ് ഗായ് എന്ന് പറയാം. One of my friends are coming to visit me today. അപ്പോൾ ഇവിടെ പലരും ഇത് ശരിയാണെന്ന് ധരിക്കും. കാരണം ഫ്രണ്ട്സ് എന്നുള്ളതൊരു പ്ലൂറൽ നൗൺ അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ആർ പറയുന്നു, ശരിയായിട്ട് തോന്നും, ഫ്രണ്ട്സ് ആർ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സബ്ജക്റ്റ് ഫ്രണ്ട്സ് അല്ല. ഇവിടുത്തെ സബ്ജക്റ്റ് വൺ ഓഫ് ആണ് സബ്ജക്റ്റ്. ഇപ്പം നമുക്കൊന്ന് ശ്രദ്ധിക്കാതെ, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് പല ഫ്രണ്ട്സ് ഉണ്ട്, അതിൽ ഒരാൾ. അപ്പോൾ അതൊരു സിംഗുലറാണ്. വൺ ഓഫ് വെച്ച് നമ്മളൊരു സെൻറ്റൻസ് ഫോം ചെയ്യും. അതിൻ്റെ കറക്റ്റ് ഫോമാറ്റ് ഇങ്ങനെ ഇരിക്കണം. വൺ ഓഫ്, അതിനുശേഷം ഒരു പ്ലൂറൽ നൗൺ, എപ്പോഴും പ്ലൂറൽ നൗൺ അതിന് തൊട്ട് ശേഷം വരുന്നത്. വൺ ഓഫ് കഴിഞ്ഞ് വരുന്നത് എപ്പോഴും ഒരു പ്ലൂറൽ നൗൺ ആയിരിക്കും. അതിനുശേഷം ഒരു സിംഗുലർ വേർബാണ് വരുന്നത്. ഇവിടെ വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, അത് പ്ലൂറൽ നൗൺ ആണ്. അതിനുശേഷം ഒരു സിംഗുലർ വേർബ് വരണം. ഇവിടെ ആറാണ് കിടക്കുന്നത്, അത് പ്ലൂറലാണ്. അത് മാറ്റി അവിടെ ഈസ് ആക്കണം. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് കമ്മിങ് ടു വിസിറ്റ് മീ എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ വൺ ഓഫിൻ്റെ കൂടെ പ്ലൂറൽ വേർബ്സ് ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി ഒരു ലെസൺ പിടിക്കുന്നുണ്ട്. ഒരു 1 or 2 വീക്സിനകം ഒന്ന് തിരിച്ച് വന്ന് കണ്ടാൽ അതിനകത്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം എപ്പോഴാണ് നമ്മൾ സിംഗുലർ വേർബ് ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് പ്ലൂറൽ വേർബ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ ഈ സെൻറ്റൻസിൽ കറക്റ്റായിട്ട് വേർബ് സിംഗുലർ ആയിരിക്കണം. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് കമ്മിങ് ടു വിസിറ്റ് മീ. വാട്ട് വുഡ് യു ലൈക്ക് ഫോർ ഡെസേർട്ട്? അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം? ഈ അവസാനത്തെ വാക്കൊന്ന് ശ്രദ്ധിക്കുക, ഡെസേർട്ട്. ഇതവിടെ ഒരു നൗണായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നൗണായിട്ട് ഉപയോഗിക്കുന്ന ഈ വാക്കിൻ്റെ അർത്ഥം മരുഭൂമി എന്നാണ്. അതാണോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മീനിങ് അവിടെ? വാട്ട് വുഡ് യു ലൈക്ക് ഫോർ ഡെസേർട്ട് എന്ന് പറയുമ്പം നമ്മൾ മരുഭൂമി എന്നുള്ള വാക്കല്ല നമ്മളവിടെ പ്രതീക്ഷിക്കുന്നല്ലേ, അതിന് ആ അർത്ഥമല്ല. നമ്മളവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന അർത്ഥം നമ്മൾ ഒരു മീൽ കഴിഞ്ഞിട്ട് കഴിക്കുന്ന ഒരു മധുരം എന്നുള്ള അർത്ഥമാണ് നമ്മളവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷെ അത് ഇങ്ങനെയല്ല എഴുതുന്നത്. ആ വാക്കിന് 2 S ഉണ്ട്, DESSERT. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫോം. അത് പറയുന്ന പ്രൊനൗൺസിയേഷനും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ വാക്ക്, ഈ നൗണായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്ക് നമ്മൾ ഡെസേർട്ട് എന്ന് പറയും, മരുഭൂമി എന്നുള്ള വാക്കിന് ഡെസേർട്ട്. പക്ഷേ മറ്റേ വാക്ക് മധുരം എന്നുള്ള ആ വാക്കിന് നമ്മൾ പറയുന്നത് ഡിസേർട്ട് എന്നാണ്. ഡിസേർട്ട് 2 S ഉള്ള ആ വാക്കാണ് ഇവിടെ കറക്റ്റായിട്ട് വരേണ്ടത്. വാട്ട് വുഡ് യു ലൈക്ക് ഫോർ ഡിസേർട്ട്? നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ, എൻ്റെ വീഡിയോസൊക്കെ കാണാറുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർക്ക്ഷീറ്റ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിച്ചു കാണും. അല്ലെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.